ചേട്ടൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു ഹോട്ടലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് കൊട്ടാരക്കര അമ്പലക്കര എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഒരു വലിയ ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണ്. പഴയ കുറേ നാളുകളായിട്ടുള്ളൊരു ഹോട്ടൽ. അമ്പലക്കര തെച്ചിക്കാർ പൂരം അല്ല, ഇത് അമ്പലക്കര ഹോട്ടൽ. അല്ല, ഞാനല്ല, മിനിക്കൂട്ടനാണ്. എനിക്ക് ഫുഡീസ് ആയിരുന്നു, പക്ഷേ എന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ കൺട്രോൾ ഇപ്പൊ കൺട്രോൾ ചെയ്ത് വെച്ച് നല്ല മനസ്സിലൊക്കെ എപ്പോഴും പറഞ്ഞതിനകത്ത് അപ്പൊ പറഞ്ഞതിനകത്ത് ഇല്ല, കുറച്ച് മനസ്സ് നല്ലതല്ല അതൊരിക്കലും പറയാം. പൊന്നൂര് സ്പെഷ്യാലിറ്റി പൊന്നു. ഇതുവരെ കഴിച്ചിട്ടുള്ളവര് ഇപ്പം പലതും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അപ്പൊ ഇതില് നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്തത് എന്താണ്? ഒരുപാട് ഹെവി ഫുഡിനേക്കാൾ ഹെവി ഫുഡ് എന്ന് ഉദ്ദേശിച്ച് ഭയങ്കര ഒരു ബാർബിക്യൂ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മത്തി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വെജ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ ഈ 24 hours നമുക്ക് ഈ 24 days നോൺ വെജ് കഴിച്ചിട്ട് വല്ലപ്പോഴും വെജ് കിട്ടുന്നത് മാത്രം ഇഷ്ടമല്ല, എന്നും വെജ് അല്ല. വെജ് എനിക്കും ഇഷ്ടം. ഞാൻ വെജിറ്റേറിയൻ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുപോലെ എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടം. മതി നിർത്ത്, വിശക്കുന്നു. വിശക്കുന്നതിന് മുമ്പ് ഭക്ഷണം വരുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പറയുന്നത് നല്ലതല്ലേ? പഴങ്കഞ്ഞി ഇങ്ങനെ ഇടുക, കുറച്ച് കാന്താരി മുളക് ഇടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ വെക്കണം. ഇപ്പൊ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതൊരു നല്ല പരുവാകും. ഇത് കുറച്ച് തേങ്ങാ ചമ്മന്തി, ഇച്ചിരി അച്ചാറും, ഒരു പപ്പടവും, ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാണല്ല മിക്കവാറും ഇവിടെ ഓർഡർ ചെയ്യുന്നതായിരിക്കും. അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നിട്ട്. ഭക്ഷണം ഗംഭീരമായിരുന്നു. പിന്നെ ഒരു കാര്യം പറയണമല്ലോ, ഒട്ടും പിശുക്കനല്ല കേട്ടോ, എല്ലാം ചേട്ടൻ തന്നെ കാശ് കൊടുത്തു. എസ്പെഷ്യലി എന്റെ നെയ്മീന്റെ കാശ്. അത് മാത്രമല്ല, ഒരു ചൂട് എനിക്ക് തരുകയും ചെയ്തു. അതാണ് വിനുചേട്ടൻ. അപ്പൊ നമുക്ക് പോവാം, കുറെ പണിയുണ്ട്.